إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. പ്രിയങ്കരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 49ാമത്തെ സൂറത്തായ സൂറത്തുൽ ഹുജറാത്തിലെ 6ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, മുഅ്മിനീങ്ങളെ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ, ഒരു വാർത്തയുമായി ഒരു ഫാസിഖ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ ഫതബയ്യനു, നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായി പഠിക്കണം, മനസ്സിലാക്കണം. തുസീബു ഖൗമൻ, ഒരു സമൂഹത്തിന് നാശമുണ്ടാക്കൽ, ബിജഹാലത്തിൻ, അജ്ഞത കൊണ്ട്, ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, ആ ഒരു നാശമുണ്ടായതിനു ശേഷം ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ദുഃഖിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഏതൊരു വാർത്തയുമായിട്ടാണോ നിങ്ങളിലേക്ക് ഓരോരോ ആളുകളും വരുന്നത്, ആ വാർത്തയുടെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കൽ ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്. പ്രിയമുള്ളവരെ, കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും കൂടുതലായി സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് സൂറത്തുൽ ഹുജറാത്തിലെ 6ാമത്തെ ആയത്തായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ആയത്തിന്റെ സബബ് നുസൂൽ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ, അഥവാ അവതരണ പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, വലീദ് ഇബ്നു ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് എന്ന പേരുള്ള ഒരു സഹാബിയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചു പോയ ഒരു അബദ്ധത്തെയാണ്, അല്ലെങ്കിൽ അബദ്ധത്തെ തുടർന്നാണ് ഈ ഒരു ആയത്ത് അവതരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഡോറ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇനിയും പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയാണ്.
പ്രിയമുള്ളവരെ, പറഞ്ഞു വന്ന വിഷയം വലീദ് ഇബ്നു ഉഖബ ഒരു ദൗത്യവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്വവുമായി മുസ്വത്തലിഖ് ഗോത്രത്തിലേക്ക് പോയ ഒരു സന്ദർഭമാണ് ഈ ഒരു സംഭവത്തിലൂടെ ചരിത്രപരമായി വ്യക്തമാക്കപ്പെടുന്നത്. മുസ്വത്തലിഖ് ഗോത്രം എന്നുള്ളത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ പിതാവായ ഹാരിസ് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രമാണ്. അദ്ദേഹമാണ് മുസ്വത്തലിഖ് ഗോത്രത്തിന്റെ തലവൻ. ഇസ്ലാമിന്റെ സൗന്ദര്യവും അതിന്റെ മഹത്വവും നന്മയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഹാരിസ് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുസ്വത്തലിഖ് ഗോത്രം ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും അങ്ങനെ അവരൊന്നടങ്കം ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ശേഷം സക്കാത്ത് സ്വീകരിക്കാനുള്ള സമയമെത്തിയപ്പോൾ മുസ്വത്തലിഖ് ഗോത്രത്തിൽ നിന്നും സക്കാത്ത് പിരിക്കേണ്ട ഉത്തരവാദിത്വം വലീദ് ഇബ്നു ഉഖബ ഇബ്നു അബീ മുഅയ്യിത്ത് എന്ന പേരിലുള്ള സഹാബിയെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത്. അദ്ദേഹം മക്കക്കാരനാണ്. മക്കം ഫത്ഹോടുകൂടി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. മക്കയിൽ അറിയപ്പെടുന്ന ഒരു കവിയൊക്കെയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയൊത്ത സഹോദരൻ കൂടിയാണ്. അപ്പൊ വലീദ് ഇബ്നു ഉഖബ റളിയല്ലാഹു അൻഹു ഈ ഒരു ദൗത്യവുമായി മുസ്വത്തലിഖ് ഗോത്രത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വലീദ് ഇബ്നു ഉഖബ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ കടന്നു ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്വത്തലിഖ് ഗോത്രത്തിലേക്ക് സക്കാത്ത് പിരിക്കാനായി അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാൻ പോയതാണ്. പക്ഷെ പോകുന്ന വഴിയിൽ ചില വിവരങ്ങൾ എനിക്ക് ലഭ്യമായി. ഞാൻ അങ്ങോട്ട് ചെന്നാൽ മുസ്വത്തലിഖ് ഗോത്രം ഒന്നടങ്കം എന്നെ കൊന്നുകളയും. കാരണം അവർക്ക് സക്കാത്ത് പിരിക്കുക എന്ന നടപടിക്രമത്തോട് അങ്ങേയറ്റം വിരോധമുണ്ട്, എതിർപ്പുണ്ട്. അതുകൊണ്ട് സ്വന്തം ജീവിതം അപായപ്പെടും എന്ന് ഭയന്നിട്ട് ഞാൻ തിരിച്ച് അങ്ങയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. മുസ്വത്തലിഖ് ഗോത്രത്തിനെതിരിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചേ പറ്റൂ. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ദേഷ്യപ്പെടുകയും മുസ്വത്തലിഖ് ഗോത്രത്തിന്റെ ഇത്തരം നിലപാടുകളിൽ അങ്ങേയറ്റം അമർഷം പ്രകടിപ്പിക്കുകയും അങ്ങനെ ആ ഒരു ഗോത്രത്തിനെതിരിൽ അതിശക്തമായ നടപടിക്രമം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഒരു സൈനിക നീക്കത്തിനുള്ള ഉത്തരവ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുവിക്കുകയാണ്. ഇതറിഞ്ഞ മുസ്വത്തലിഖ് ഗോത്രത്തിന്റെ തലവനായ ഹാരിസ് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു സംഘവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വലിയ പ്രയാസത്തോടു കൂടി കടന്നു വരികയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് കേട്ട ഈ വാർത്ത 100% തെറ്റാണ്, ഇതൊരിക്കലും ശരിയല്ല. അങ്ങയിൽ നിന്ന് നേരിട്ട് ഇസ്ലാം സ്വീകരിച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് നൽകാൻ 100% ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആ സക്കാത്ത് നൽകാൻ ഞങ്ങൾ തയ്യാറുമാണ്. എന്നാൽ വലീദ് ഇബ്നു ഉഖബ എന്തുകൊണ്ടാണ് താങ്കളോട് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ ഒരു സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ ആയത്ത് അവതീർണമാകുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വിഷയം ഇതാണ്: യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളൊക്കെയും സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, നിങ്ങളിലേക്ക് ഒരു ഫാസിഖ് എന്നുള്ളതിന്റെ വാക്കിന്റെ പ്രായോഗികമായ ഒരു അർത്ഥം അത് തെമ്മാടി എന്ന് തന്നെയാണ്. നിങ്ങളിലേക്കൊരു തെമ്മാടി എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന, തൽപരരായിട്ടുള്ള, വികാരജീവിയായ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വികാരജീവി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി താങ്കളുടെ അടുക്കലേക്ക് ഒരു വാർത്തയുമായി വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു വാർത്തയുമായി വന്നാൽ, ഫതബയ്യനു, ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്
ആ ബാധ്യത നിർവഹിക്കാത്ത പക്ഷം ഖുർആനോട് തന്നെ എതിര് നിൽക്കുന്ന ഒരു സമീപനമാണ്, അല്ലെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒരു പ്രദേശങ്ങളിൽ പ്രശ്നമുണ്ടാക്കാൻ തയ്യാറാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീവ്രവാദി എന്ന് വിളിച്ചിട്ടുള്ള, ഭീകരവാദി എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു വിഭാഗത്തിലേക്ക് അവൻ ഉൾപ്പെട്ടു പോകുമെന്നുള്ളതാണ് ആയത്തിന്റെ മുഫസ്സിറുകളായ ഉലമാക്കളുടെ വിശദീകരണത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രമാത്രം പ്രാധാന്യം അറിയിക്കേണ്ട ഒരു ആയത്താണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം വളരെയധികം പ്രാധാന്യത്തോടുകൂടി പഠിക്കുകയും ഓരോ ആളുകളുടെയും വ്യക്തി ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുകയും ചെയ്യേണ്ട ഒരു ആയത്താണ്. ഇത് പറയാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വാർത്തകൾ ധാരാളമായി നമ്മളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ സോഷ്യൽ മീഡിയകൾ വളരെ സജീവമാണ്. ഒരർത്ഥത്തിൽ അത് നന്മയാണെങ്കിൽ അതുപോലെ തന്നെ ധാരാളം തിന്മകളും നമുക്കിടയിലേക്ക് അതുവഴി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ 1-2 ദിവസങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വാർത്ത, ഒരു വീഡിയോ സഹിതമാണ് പ്രചരിച്ചത്. രാഖി കെട്ടിയ സംഘികൾ ഹജ്ജാജികൾ കൊണ്ടുവരുന്ന സംസം വെള്ളം യാതൊരു ആദരവും ബഹുമാനവും ഇല്ലാതെ എടുത്ത് വലിച്ചെറിയുന്ന ഭീകരമായ കാഴ്ച എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമുക്കിടയിൽ പ്രചരിക്കുകയുണ്ടായി. ആ വീഡിയോ കണ്ട മാത്രയിൽ, കേട്ട മാത്രയിൽ അതിലുള്ള ആ ഒരു വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിക്കാതെ അത് ധാരാളം ആളുകൾ ഷെയർ ചെയ്യും. ചില ആളുകൾക്ക് ഇതൊരു രോഗമാണ്. അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആവേശമാണ്. ഉണ്ടോ സംഘികൾ എന്ന് കേട്ടാൽ ഉടൻ തന്നെ മുസ്ലിമീങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകളാണ്, ആയിരിക്കാം. പക്ഷെ കാണുന്നതെല്ലാം സംഘികളാണെന്നും എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിദ്വേഷം പടർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ വളരെ കൃത്യമായ രൂപത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ഈ വിഷയത്തിന്റെ ഖുർആനികമായ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഫതബയ്യനു, ശരി സംഘികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ആണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട്. അങ്ങനെ കടന്നു ചെല്ലാൻ മാത്രം ഏതൊരു സന്ദർഭമാണ് ആ ഒരു സന്ദർഭത്തിൽ അവിടെയുള്ള, അതായത് ഹജ്ജാജികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗേജുകൾ അഴിക്കാനും അതിൽ നിന്ന് തോന്നിയവാസത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം ഇതൊക്കെ എടുത്ത് വലിച്ചെറിയാനുള്ള സാധ്യത എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് പോലും അന്വേഷിക്കാതെയാണ് ആളുകൾ അപ്പോൾ തന്നെ ഇതിന് വലിയ പ്രചാരം കൊടുക്കുന്നത്. കൃത്യമായ രൂപത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ എയർപോർട്ടിലെ കാർഗോ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അതിന്റെ പിന്നിലുള്ള നിശ്ചിത മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. അവര് കൃത്രിമത്വ മാർഗങ്ങളിലൂടെ സംസം വെള്ളം നാടുകളിലേക്കും വീട്ടിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു തെറ്റായ സമീപനമുണ്ട്. പലപ്പോഴും ഉംറ യാത്രയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അല്ലെ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോ ഉദാഹരണം പറയാൻ, കഴിഞ്ഞ പ്രാവശ്യം ഉംറയ്ക്ക് പോയ സമയത്ത് യാത്രയുടെ തലേ ദിവസം മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ലിക്വിഡ് ആയിട്ടുള്ള ഒരു സംഗതികളും ലഗേജിൽ വിടാൻ പാടില്ല, ലഗേജിൽ വിടരുത് എന്ന് ശക്തമായ രൂപത്തിൽ പറഞ്ഞു. ലഗേജിൽ വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. കാരണം എയർപോർട്ട് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കരാറാണത്. നമ്മൾ ടിക്കറ്റുമായി അവിടെ പോകുന്ന സമയത്ത് അവിടെ ഉള്ള ആളുകൾ നമ്മളോട് ചോദിക്കും, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളരെ വ്യക്തമായ ഭാഷയിൽ നമ്മളോട് ചോദിക്കും. പ്രത്യേകിച്ച് സൗദി എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിക്ചർ അടക്കം നമ്മളോട് കാണിച്ചിട്ട് ചോദിക്കും, ഇതിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ചിത്രം അടക്കമാണ് കാണിച്ചു തരുന്നത്. അതിൽ ചിത്രത്തിലെല്ലാം ഉണ്ട്, എണ്ണയുണ്ട്, വെള്ളമുണ്ട്, എല്ലാം കാണിച്ചു തരും. ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ ലഗേജിലുണ്ടോ? അപ്പൊ ഇല്ല എന്ന് പറയുന്നത് സംസം വെള്ളം ലഗേജിനകത്ത് കയറ്റി വെച്ചിട്ട് കളവ് പറഞ്ഞിട്ടാണ്. ഉംറയും കഴിഞ്ഞിട്ട് വരികയാണ്. ഉംറയും കഴിഞ്ഞിട്ട് സംസം വെള്ളത്തിന്റെ പരിശുദ്ധിയും കാണിച്ചുകൊണ്ട് വരുന്ന ഒരു മനുഷ്യൻ തനിക്കളവ് പറയുകയാണ്. എന്തിനാ? സംസം വെള്ളം നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, എന്ത് മഹത്വമാണ് ഇതിനൊക്കെ കൽപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. സാന്ദർഭമായിട്ട് സൂചിപ്പിച്ചതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ വന്നതിന് ശേഷം ഒരു മിടുക്കം പറയുകയാണ്, എന്റെ ലഗേജ് മുഴുവൻ വെള്ളമായിരുന്നു. എല്ലാം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും എന്റെ ലഗേജ് മുഴുവനും വെള്ളമായിരുന്നു. ഇവിടെ ആരാണ് തോറ്റത്? ഇവിടെ ആരാണ് ജയിച്ചത്? ആരാണ് ഇവിടുത്തെ മിടുക്കൻ? ആരാണ് ഇവിടുത്തെ മണ്ടൻ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ സംസം വെള്ളത്തിന് അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്, പോരിഷയുണ്ട്. പക്ഷെ അതിനെ കളവിന്റെ വഴിയിലൂടെയാണോ നമ്മൾ നാട്ടിലേക്ക് എത്തിക്കേണ്ടത്? അപ്പൊ ഇത്തരം ഒരു പ്രവണത കൂടുതലായി ഹജ്ജാജികൾക്കിടയിൽ ഉള്ളത് കൊണ്ട്
എയർപോർട്ട് അതോറിറ്റി, പ്രത്യേകിച്ച് കാർഗോയുടെ ഉത്തരവാദിത്വമുള്ള ആളുകളൊക്കെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവരെന്ത്, കാരണം പറഞ്ഞാൽ കേൾക്കില്ല, ഒരാളും അനുസരിക്കില്ല. അതുകൊണ്ട് എന്താ ചെയ്യാനുള്ളത്, ഇവിടെ ലഗേജുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്നും സംസം വെള്ളം എടുത്ത് മാറ്റിയില്ല എങ്കിൽ വർദ്ധിച്ച തോതിൽ ലഗേജുകൾ സംസം വെള്ളം കയറി കഴിഞ്ഞാൽ അത് ഫ്ലൈറ്റിന്റെ സുഗമമായ യാത്രയ്ക്ക് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ പറയാം. അല്ലെ നമ്മൾ കുറച്ച് സംസം വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാനില്ല. ആ ഫ്ലൈറ്റിലുള്ള മുഴുവൻ ആളുകളുടെയും സുഗമമായ യാത്ര അത് ഉറപ്പിക്കുക എന്നുള്ള അവരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് അപകടങ്ങൾ കൂടാതെ എല്ലാ ആളുകളും, ഇപ്പൊ നമ്മളൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, പടച്ചവനെ ഹജ്ജിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്നും നിന്റെ അതിഥികളായി എത്തിയിട്ടുള്ള ആളുകളെ ഏറ്റവും സുഗമമായ രൂപത്തിൽ പടച്ചവനെ ഞങ്ങളുടെ നാട്ടിലേക്ക് നീ എത്തിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബക്കാരും ഉറ്റവരും ഒക്കെ ഈ ദുആയിലാണ്, നാട് മുഴുവൻ ദുആയിലാണ്. ഈ ദുആയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. കേവലം ദുആ മാത്രം പോരാ, ദീൻ പഠിപ്പിക്കുന്ന അതാണ്. ദുആ മാത്രം പോരാ, ആ ദുആയെ പ്രായോഗികവൽക്കരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുകയുള്ളൂ. ഇത് സുഗമമായ യാത്രയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന രൂപത്തിൽ, അനധികൃതമായ രൂപത്തിൽ സംസം കടത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ദുആ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്തു, അത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്നാലും അനുസരണക്കേട് കാണിക്കുന്ന ഈ ഹാജികളെയൊക്കെ തിരിച്ച് നാട്ടിലെത്തിക്കണമല്ലോ, അതിന്റെ പേരിൽ പാവങ്ങളായ അതോറിറ്റി എന്ത് ചെയ്യുന്നു, ഒരു ടീമിനെ തന്നെ കരാറ് വ്യവസ്ഥയിൽ എടുത്തിരിക്കുകയാണ്. ആ കരാർ തൊഴിലാളികളാണ് അവിടെ ഇരുന്നിട്ട് ഈ സംസം വെള്ളം അവരുടെ ലഗേജിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹജ്ജാജികൾക്ക് നന്മയാണോ ദോഷമാണോ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതിനെയാണ് തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കേണ്ടോ സംഖ്യകൾ. അവരുടെ കയ്യിൽ ചിലപ്പോൾ രാഗി കെട്ടിയിട്ടുണ്ടാകാം. മുസ്ലിമീങ്ങൾ പോലും നൂല് കെട്ടാറില്ലേ, പിന്നെന്താണ് ഹിന്ദുക്കൾക്ക് ഇത് കെട്ടാൻ പാടില്ല, കെട്ടിയവരെല്ലാം സംഖ്യകളാണ് എന്ന് നമ്മൾ അടച്ചങ്ങോട്ട് ആക്ഷേപിക്കുന്ന എന്തിനാണ്? അപ്പൊ അവര് നൂല് കെട്ടിയ ആളുകളുണ്ടാകാം. അവർ ചിലപ്പോൾ അവർ വസ്ത്രങ്ങൾ ആ രൂപത്തിലുള്ളതായിരിക്കാം. ഉടൻ തന്നെ പ്രചരിപ്പിക്കേണ്ട സംഖ്യകൾ ഹജ്ജാജികളുടെ ലഗേജിൽ നിന്നും സംസം വെള്ളമൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ്. സംസം വെള്ളം ഏത് രൂപത്തിലാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള കാര്യം കൃത്യമായ രൂപത്തിൽ അതിന്റെ നിയമാവലിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമാനുസൃതമായ രൂപത്തിൽ അള്ളാഹ് നമ്മളോട് ആവശ്യപ്പെട്ട രൂപത്തിലാണെങ്കിൽ എല്ലാവരുമായി നമുക്ക് കരാറുകളാണ്, എല്ലാവരുമായിട്ട് കരാറുണ്ട് നമുക്ക്. ആ കരാറ് പൂർത്തീകരിക്കുന്നവനാണ് മുഅ്മിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ കരാറ് പൂർത്തീകരിക്കാത്തവനോ, മുഅ്മിന്റെ ലക്ഷണം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം. ഇതാണ് ദീൻ. തോന്നിയതുപോലെ കാണിക്കാനല്ല, എന്തിന്റെങ്കിലും ഒക്കെ മഹത്വം പറഞ്ഞിട്ട് തോന്നിയ പോലെ കാട്ടിക്കൂട്ടാനല്ല. ഒരു ഹജ്ജിന്റെ പവിത്രത, ഉംറയുടെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതിന്റെ എല്ലാ നിയമാവലികളെയും കൃത്യമായ രൂപത്തിൽ അനുസരിക്കണം. നമ്മൾ അനുസരിക്കാത്തതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഇടകേറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ പാവങ്ങളായ മുഴുവൻ ആളുകളും അതിനിരയായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഈ ഇത്തരം കരാറുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹജ്ജാജികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ സുഗമമായ യാത്ര ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് എയർപോർട്ട് വലിയ ഒരു ധർമ്മം ചെയ്തപ്പോൾ അതിനെയൊക്കെ ഒരു തീവ്രവാദത്തിന്റെ, കാരണം അത്തരം വീഡിയോകൾ എത്രയോ ആളുകൾ അത് പ്രചരിപ്പിച്ചു കൊണ്ടോ സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം മാനസിക രോഗികളായ ആളുകൾ നമുക്കിടയിൽ ധാരാളം ഉണ്ട്. അതുകൊണ്ട് അത്തരം തെറ്റായ ഏത് വാർത്ത, ഏത് വീഡിയോ, ഏത് മെസ്സേജ്, ഏത് ആർട്ടിക്കിള് നമ്മുടെ മെസ്സേജിൽ മൊബൈലിലേക്ക് വന്നാലും നമ്മൾ അതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറാണ്. ഇപ്പൊ ബഹുമാന്യനായ മൻസൂർ നുഅ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കാലത്ത് ഇന്ത്യൻ ജനതയ്ക്ക് ഇസ്ലാമിന്റെ ശരിയായ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ മുന്നിട്ട് നിന്ന മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സംഭവിച്ച ചില സംഭവങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. 1946 കാലയളവിൽ അദ്ദേഹം റായ്ബറേലി എന്ന പ്രദേശത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ കൂടുതലായി പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്ന് ചില വിവരം കെട്ട ആളുകൾ കാട്ടിക്കൂട്ടിയ, അതായത് ഇന്ത്യയെ ഭിന്നിക്കണമെന്നുള്ള അന്ധമായ കാഴ്ചപ്പാടോടുകൂടി രണ്ട് രാജ്യങ്ങളിലും മുഴുവൻ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് ചില വിവരക്കേടുകൾ കാണിച്ചു കൂട്ടിയ ചില മുസ്ലിം നേതാക്കളുടെ പ്രവർത്തന ഫലമായി നല്ല സൂക്ഷ്മതയുള്ള മുഴുവൻ പണ്ഡിതന്മാരും അരുതേ എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അന്ന് തുടങ്ങിയതാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ട് ആ വലിയൊരു ചതി, ആ ചതിക്കുള്ള എല്ലാ കളവും ഒരുക്കിയ ആ നാശകാരികളായ ആളുകൾ അന്ന് ഭിന്നിപ്പിന്റെ വഴികളിലേക്ക് പോയപ്പോ അതിനും നേതൃത്വം കൊടുത്ത മുസ്ലിമീങ്ങൾ തന്നെയാണ്. ഭിന്നിപ്പിന്റെ വഴിയിലേക്ക് പോയപ്പോ ഉണ്ടായി പുറപ്പെട്ട വലിയ കലാപങ്ങൾ, അന്ന് 1900 സ്വാതന്ത്ര്യം കിട്ടി നമുക്കറിയാം. അന്ന് മുതൽ ഇന്ത്യ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കലാപങ്ങളെയാണ്. ഗതികേട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക.
ഒരു സ്വാതന്ത്ര്യം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അതിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഹിന്ദു മുസ്ലിം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന ഭീകരമായ കാഴ്ചകളാണ്. അതിന്റെ ഒരു പരിപാടി റായ്ബറേലി എന്ന പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മൻസൂർ നുമാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ അന്ന് ആ സമയത്ത് കർഫ്യൂ പുറപ്പെടുവിച്ചു. കർഫ്യൂ കാരണം ജനങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. 1-2 ദിവസം കഴിഞ്ഞപ്പോ കർഫ്യൂവിന് ചെറിയൊരു ഇളവ് വരുത്തി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്റെ വീട്ടിൽ നിന്നും എന്റെ വീടിനടുത്തുള്ള മസ്ജിദിലേക്ക്, പള്ളിയിലേക്ക് വരികയാണ്. ഞാൻ ആ പള്ളിയുടെ മുന്നിൽ ഇരിപ്പുറപ്പിച്ചു. കാരണം അവിടെ ഹിന്ദു മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്ന് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്തെങ്കിലും അരുതായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇടപെടൽ നടത്തണമല്ലോ, അതൊരു പണ്ഡിത ധർമ്മം കൂടിയാണല്ലോ എന്നുള്ള ഒരു ബാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പള്ളിയുടെ മുന്നിൽ ഇരിപ്പുറപ്പിച്ചപ്പോ ഒരു സന്യാസി, ഒരു കാവ്യവേഷധാരിയായ ഒരു മനുഷ്യൻ, ഇങ്ങനെ ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വന്നപ്പോ കുറെ മുസ്ലിം കുട്ടികൾ കുറുവടിയുമായിട്ട് അദ്ദേഹത്തിന്റെ നേരെ ചീറിയെടുത്ത സമയത്ത് മൗലാന അവർകൾ എന്ത് ചെയ്തു, ഓടിപ്പോയിട്ട് അവരെ തടഞ്ഞു. അദ്ദേഹം നിങ്ങളോട് എന്തെങ്കിലും അതിക്രമം ചെയ്തോ? ഇല്ലല്ലോ. പിന്നെ ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെ പുറത്ത് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്യാസിക്ക് കാവലായിട്ട് മാർക്കറ്റ് വരെ മൗലാന കൂടെ പോയി. ഇതിനെ തുടർന്ന് കുറച്ച് ആളുകൾ, ആ നാട്ടുകാരായ കുറെ ആളുകൾ മൗലാനയോട് വളരെ മോശമായ രൂപത്തിൽ പെരുമാറുകയും തൊട്ടുള്ള ദഖീറ മഹല്ല എന്ന പേര് ഉള്ള സ്ഥലത്ത് 100 കണക്കിന് മുസ്ലിമീങ്ങൾ കൂട്ടുകൊല ചെയ്യപ്പെട്ടു. അവിടെ വെടിയുടെ ശബ്ദങ്ങളാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മൗലാനയോട് തട്ടിക്കേറി. അപ്പൊ മൗലാന പറഞ്ഞു, നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം, നിജസ്ഥിതി അറിയണമല്ലോ. വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, എന്തെങ്കിലും കേട്ടാൽ അന്ധമായ രൂപത്തിൽ അതിന്റെ പിന്നാലെ പുറപ്പെടാൻ പാടില്ല, ചാടി പുറപ്പെടാൻ പാടില്ല, അപകടകരമാണത്. അതൊരു സമൂഹത്തെ ആകമാനം ആ അപകടം അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ചാടി പുറപ്പെടാൻ പാടില്ല, നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം, ദഖീറ മഹലിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ അതിന് അവർ തയ്യാറാണ്. ഈ ആവേശം കൊള്ളുന്ന ആളുകളുടെ മൗലാന പറഞ്ഞു, അത്രയധികം ആവേശം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ അവർ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അതിക്രമകാരിയായ ആളുകളെ നിങ്ങളെ കൈകൊണ്ട് തടയും. നിങ്ങൾ തയ്യാറോ? അതിനും തയ്യാറാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് ഗീർവാണം വിടാൻ താല്പര്യം. പലപ്പോഴും അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. ഇവിടെ ഇരുന്ന് കീറും, ഞാൻ സ്വസ്ഥരാണ്, ഞാൻ സുരക്ഷിതരാണ്, എന്റെ പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ വന്ന് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതിൽ എഴുതി വിടുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, എന്നിട്ട് മുസ്ലിമീങ്ങളൊക്കെ ഭീതിതരാക്കി മാറ്റുക, അനാവശ്യ ചിന്തകളും വികാരങ്ങളും ഇളക്കി വിടുക. ഇതാണ് എന്റെ പരിപാടി. നേർക്കുനേരെ പ്രശ്നങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ പിന്നോക്കം മാറുകയും ചെയ്യും. മൗലാന അവരോട് ചോദിച്ചു, നിങ്ങൾ നേർക്കുനേരെ ആ പ്രശ്നത്തിൽ ഇടപെട്, ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. എന്താണ് മൗലാന ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനെ സുരക്ഷിതമായ മാർക്കറ്റിൽ എത്തിച്ചതിന്റെ വിരോധമാണ്. മൗലാന പറഞ്ഞു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക്. വിശുദ്ധ ഖുർആൻ ഈ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ദഖീറ മഹലിൽ 100 കണക്കിന് മുസ്ലിമീങ്ങൾ കൊന്നൊടുക്കപ്പെട്ടു, താങ്കൾ എന്താ അത് പരിഗണിക്കാത്ത? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് റിക്ഷയിൽ പോയി നോക്കാമല്ലോ, അധിക ദൂരമൊന്നും അല്ലല്ലോ, പോയി നോക്കാം. അവരാരും തയ്യാറായില്ല. മൗലാന ഒറ്റയ്ക്ക് എന്ത് ചെയ്തു, അവിടെ പോലീസുകാരുടെ സഹായത്തോടു കൂടി തന്നെ, അകമ്പടിയോടുകൂടി തന്നെ ദഖീറ മഹലിലേക്ക് പുറപ്പെട്ടപ്പോ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ഒരു മുസ്ലിമിനെ ഒരു മനുഷ്യൻ ഒന്ന് കല്ലെറിഞ്ഞിട്ട് പോലുമില്ല. അനാവശ്യമായിട്ടുള്ള ആ ഒരു വാർത്തകൾ പ്രചരിപ്പിച്ചിട്ട് ഇതിലൂടെ കടന്നു പോകുന്ന ഹിന്ദുക്കളെയൊക്കെ ഇടങ്ങേറാക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളെ കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൗലാന എന്ത് ചെയ്തു, അവിടെയുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് ബോധവൽക്കരിച്ചു. അപ്പോഴും എതിർപ്പുകളുമായി, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പല ആവർത്തി വ്യക്തമാക്കിയിട്ടും നേരത്തെ എതിർത്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെടാതെ മൗലാനയുടെ മുഖം കറുപ്പിച്ച് ഇറങ്ങിപ്പോയതായിട്ട് അദ്ദേഹം തന്നെ സ്വന്തം അനുഭവം വ്യക്തമാക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും കാര്യങ്ങൾ ഈ രൂപത്തിലാണ്. അനാവശ്യമായ രൂപത്തിൽ നമ്മൾ വാർത്തകൾ സൃഷ്ടിക്കുക, അനാവശ്യ ചിന്തകൾ ഉണ്ടാക്കിയിടുക. എന്തൊക്കെ കുപ്രചരണങ്ങളാണ് പലപ്പോഴും ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മുസ്ലിമീങ്ങളായ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഏതൊരു വാർത്ത കേട്ടാലും അത് എവിടത്തെ വാർത്തയായിരുന്നാലും ഒരു മുഅ്മിനെ നിങ്ങൾ മുഅ്മിനാണെന്നുള്ള ബോധമുണ്ടോ? ഇവിടെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബോധന ചെയ്തിട്ടാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ എന്നാ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബ. ഒരു ഫാസിഖ് നിങ്ങൾക്കിടയിലേക്ക് ഒരു വാർത്തയുമായി വന്നാൽ ആ വാർത്തയുടെ നിജസ്ഥിതിയെ അന്വേഷിക്കാൻ നിങ്ങളെ ബാധ്യതയാണെന്ന് പറയുമ്പോൾ നമ്മളത് പരിശോധിക്കുക. സബബ് നുസൂൽ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഒരു
സഹാബി എന്ന് നമ്മൾ വിളിക്കേണ്ട, കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നേരിട്ട് ദീൻ സ്വീകരിച്ചിട്ടുള്ള വലീദ് ഇബ്നു ഉഖബയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തെ തുടർന്നാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയത് എന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് എന്റെ യോഗ്യത ഇവിടെ മനസ്സിലായി. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് കൃത്യമായ രൂപത്തിൽ പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് അവിടെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യങ്ങളെ മനസ്സിലാക്കി ശരിയാം വിധം അമൽ ചെയ്യാനുള്ള ശരിയായ ബോധം നൽകി നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വകൾ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. ഖുൽതു യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസബിയ്യ ഖാല അൻ തഈന ഖൗമക അലൽ ദുൽം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, മൽ അസബിയ്യ, എന്താണ് അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീവ്രവാദം എന്ന് പറഞ്ഞാൽ? ഖാല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഈന ഖൗമക അലൽ ദുൽം. ദുൽമിന്റെ വിഷയത്തിൽ നിന്റെ സമുദായത്തെ, നിന്റെ ഖൗമിനെ നീ സപ്പോർട്ട് ചെയ്യലാണ്. ദുൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമം എന്നാണ് അതിന്റെ അർത്ഥം. അതേതു രൂപത്തിലുള്ള അതിക്രമമായിരുന്നാൽ, അപ്പൊ എന്റെ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അത് ചെയ്തത് എന്നതിന്റെ പേരിൽ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അദ്ദേഹം ചെയ്തത് തെറ്റായിരിക്കാം, എങ്കിലും അതെന്താണ്, തീവ്രവാദ അസബിയായിട്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എണ്ണിയിട്ടുള്ളത്. അപ്പൊ എന്തുമാത്രം സൂക്ഷ്മത പുലർത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരുള്ളത് എന്നുള്ളതാണ്. ഒന്നും വേണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടും വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെയും ശരിയായ രൂപത്തിൽ അനുസരിക്കാൻ തയ്യാറായാൽ, പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ ധർമ്മം എന്താണ് എന്നതിനെ കുറിച്ച് ഖുർആനെയും ഹദീസിനെയും മുൻനിർത്തിക്കുന്നതാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ, ആ മുസ്ലിമിന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ടാണോ ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കേണ്ടത്. ഇവിടെ മൻസൂർ നുഅ്മാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാത്സല്യപുത്രനായ സജ്ജാദ് നുഅ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പ്രാവശ്യം നമ്മുടെ ഈരാറ്റുപേട്ട സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്യുന്ന വലിയൊരു ദാഇയാണ്. ഓരോരോ സ്ഥലത്തെ സന്ദർഭങ്ങളെ കുറിച്ച് കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദിവസം പറയാണ്, അദ്ദേഹത്തിന് ബ്ലഡ് ബാങ്ക് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദഅവത്ത് രംഗത്ത് ബ്ലഡ് ബാങ്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനാണ്. ഒരു സന്ദർഭത്തിൽ BJP ഗവൺമെന്റ് ഹർത്താല് പ്രഖ്യാപിച്ച ഒരു ദിവസം ആശ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി വല്ലാത്തൊരു ഗുരുതരാവസ്ഥയിലാണ്. റയറായിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യമാണ്. അങ്ങനെ മൗലാന ബ്ലഡ് ബാങ്കിലേക്ക് വിവരമെത്തി. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ബൈക്കും എടുത്ത് യാത്ര ചെയ്തു ഹോസ്പിറ്റലിലേക്ക്. കാരണം അദ്ദേഹത്തിന്റെ ബ്ലഡ് ആ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ബൈക്കും എടുത്തിയ അപ്പൊ എല്ലാവരും പറഞ്ഞു മൗലാന പോകാൻ പാടില്ല, BJP കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എന്താണ് ഹർത്താലാണ്, വലിയ പ്രശ്നം ഉണ്ടാവും. അദ്ദേഹം എന്ത് ചെയ്തു, യാതൊന്നും കൂസാതെ, ഞാനൊരു നന്മയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു, എന്നെ സംരക്ഷിക്കേണ്ടത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് പുറപ്പെട്ടപ്പോൾ കലാപകാരികൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അവസാനം കാര്യങ്ങൾ പറഞ്ഞു, ഒരു വിശ്വസിക്കാൻ തയ്യാറായില്ല, എന്നോടൊപ്പം നിങ്ങളും കൂടി വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ചെന്നപ്പോഴാണ് കലാപകാരികളൊക്കെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവരുടെ വളരെ പ്രിയപ്പെട്ട നേതാവിന്റെ മോൾക്ക് രക്തം കൊടുക്കാനാണ് മൗലാന പോയി എന്നറിഞ്ഞപ്പോ അവരങ്ങേയറ്റം ആദരവോടുകൂടി തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് അദ്ദേഹം സ്വന്തം അനുഭവം വ്യക്തമാക്കുകയാണ്. അതിനുശേഷം ആ ഒരു സന്തോഷ വാർത്ത കൂടി അറിയാൻ സാധിച്ചു. ആശ എന്ന പേരുള്ള എന്റെ മോൾക്ക് ആയിഷയായി മാറാനുള്ള താല്പര്യമുണ്ട്, സ്വന്തം ജീവിതം കൊടുത്തും. അതൊരു മതപരമായ ബാധ്യതയുടെ പുറത്ത് ഇവിടെ എത്തിയ താങ്കളുടെ മതത്തിലേക്ക് ചേരാൻ എന്റെ മോൾക്ക് താല്പര്യമുണ്ടെന്ന് ആ മാതാപിതാക്കൾക്ക് പറയാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു പ്രവൃത്തിയുടെ പിന്നുള്ള ഫലമായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമായി നമ്മൾ ജീവിക്കാൻ തയ്യാറാണ്. എല്ലാവരിലേക്കും നന്മകൾ എത്തിക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ നന്മകൾ പ്രദാനം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ആ നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ 100% നമ്മളെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയാം,
ഏറ്റവും ഇപ്പൊ ഈരാറ്റുപേട്ടയിലുള്ള മുസ്ലിമീങ്ങളൊക്കെ 100% അവരുടെ ഇടപാടുകളും അവരുടെ പെരുമാറ്റങ്ങളൊക്കെ 100% നല്ല നിലയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അതിലൊന്നാം പ്രതി ചിലപ്പോൾ ഞാനായിരിക്കും. എൻ്റെ മറ്റുള്ളവരുടെ പെരുമാറ്റം ശരിയാണോ? അല്ല. ഞാൻ കള്ളത്തരങ്ങൾ കാണിക്കുന്നില്ലേ? ഉണ്ട്. എനിക്ക് ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ഞാൻ മറ്റുള്ളവർ വഞ്ചിക്കാറുണ്ട്? ഉണ്ട്. പിന്നെ എന്താണ് എന്നെ സംരക്ഷിക്കേണ്ട വിഷയത്തിൽ അവർക്ക് ബാധ്യതയായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇതാണ്, മുസ്ലിമീങ്ങളൊക്കെ ഒന്ന് മുസ്ലിമായി മാറുക. അതേതെങ്കിലും വികാരജീവിയുടെ താല്പര്യപ്രകാരമുള്ള ഒരു ആവേശത്തിന്റെ പുറത്തല്ല. വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും മുറുകെ പിടിക്കുക. ഖുർആനും ഹദീസും മതി എനിക്കുള്ള മാർഗമായിട്ട്. എൻ്റെ ഹിദായത്തിന്റെ ഏറ്റവും രാജമാർഗങ്ങൾ എൻ്റെ മുന്നിൽ തീർക്കുന്നത് ഖുർആനും ഹദീസും തന്നെയാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആ ഖുർആനെ ഹദീസിനെ നെഞ്ചിലേറ്റാൻ നമ്മൾ തയ്യാറായാൽ, പ്രിയമുള്ളവരെ, നമ്മളുടെ 90% പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെയാണ്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ പടച്ചവനെ ഏൽപ്പിച്ചാൽ മാത്രം മതി. അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ചിന്തിക്കാനും ശരിയായ രൂപത്തിൽ ഖുർആനെയും സുന്നത്തിനെയും പിൻപറ്റാനും നല്ലൊരു മുസ്ലിമായി ജീവിച്ചു മരിക്കാനുള്ള വലിയ തൗഫീക്ക് നൽകി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതായ മുഴുവൻ പാവങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റി അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സമാധാനം സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ഷഹീദിന്റെ ഉന്നതമായ പ്രതിഫലം കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെ വഴിയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.